सौन्दर्यलहरी कर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यतिराजाय ते नमः. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. മ്യൂട്ടാക്കിക്കോളൂ എല്ലാവരും ദയവചെയ്ത്. ശുഭസായാഹ്നം. സൗന്ദര്യലഹരി ഉപാസനാ മണ്ഡലിയുടെ അധ്യയന ലഹരി എന്ന പദ്ധതിയിലെ പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. നാരായണ. സൗന്ദര്യലഹരി അതിൻ്റെ 4/1 നമ്മൾ ഇപ്പോൾ ഏകദേശമായിട്ടുള്ള 24 ശ്ലോകങ്ങൾ കഴിഞ്ഞ ക്ലാസ് വരെ എടുത്തു. ഇന്ന് തുടർന്നാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 1ഉം 2ഉം ശ്ലോകം ചൊല്ലി പിന്നീട് 21 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങൾ ഞാൻ ചൊല്ലാം. അത് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് വരാം. ഓം ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമഃ. ശിവശക്ത്യായുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതി തനീയാം സംപാംസും തവ ചരണ പങ്കേരുഹഭവം വിരിഞ്ചി സഞ്ജിൻവൻ വിരചയതി ലോകാൻ അവികലം വഹത്യേനം ശൗരിഃ കദമഭി സഹസ്രേണ ശിരസാം ഹരഃ സംക്ഷുദ്ധ്യൈനം ഭജതി ബസിതോ ധൂളന വിധിം. 21 മുതൽക്ക്. തടില്ലേഖാതന്വീം തപന ശശി വൈശ്വാനരമയീം നിഷണ്ണാം ഷണ്ണാമപ്യുപരി കമലാനാം തവ കലാം മഹാപദ്മാടവ്യാം മൃദിതമലമായേന മനസാ മഹാന്തഃ പശ്യന്തോ ദദതി പരമാഹ്ലാദലഹരി ഭവാനി ത്വം ദാസേ മയി വിതര ദൃഷ്ടിം സകരുണാം ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനി ത്വമിതി യഃ തദൈവ ത്വം തസ്മൈ ദിശസി നിജ സായുജ്യ പദവീം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാജിത പദ ത്വയാ ഹൃത്വാ വാമം വപുര പരിതൃപ്തേന മനസാ ശരീരാർദ്ധം ശംഭോ അപരമപി ശങ്കേ ഹൃതമഭൂത് യദേതത്വദ്രൂപം സകലമരുണാഭം ത്രിനയനം കുചാഭ്യാമാനമ്രം കുടില ശശി ചൂഡാലമകുടം ജഗൽ സൂതേ ധാതാ ഹരിരവതി രുദ്രഃ ക്ഷപയതേ തിരസ്കുറുവന്നേദൽ സ്വമപി വപുരീശ സ്ഥിരയതി സദാ പൂർവഃ സർവം തദിദമനുഗൃഹാതി ച ശിവഃ തവാജ്ഞാമാലംബ്യ ക്ഷണചലിതയോർഭ്രൂലതികയോഃ ത്രയാണാം ദേവാനാം
त्रिगुणजनितानां तव शिवे भवेत् पूजा पूजा तव चरणयोर्या विरचिता तदा हि त्वल्पादोद्वहन मणिपीडस्य निकटे स्थिता ह्येदेशश्वन् मुकुलितकरोत्तं समकुटा विरिञ्चिः पञ्चत्वं व्रजति हरिराप्नोति विरतिं विनाशं कीनाशो भजति धनतो याति निधनम् वितन्द्री माहेन्द्री विततिरपि सम्मीलितदृशा महासंहारेऽस्मिन् विहरति सदि त्वल्पदिरसौ जपो जल्पशिल्पं सकलमपि मुद्रा विरचना गतिः प्रादक्षिण्यक्रमणमशना द्याहुतिविधिः प्रणामः संवेशः सुखमखिलमात्मार्पणदृशा सपर्यापर्यायः तव भवतु यन्मे विलसितम् सुधामप्यास्वाद्य प्रतिभय जरा मृत्युहरिणीं विबध्यन्ते विश्वे विदिशदमघाद्यादिविशदः करालं यक्ष्वेलं कबलितवदः कालकलना न शम्भोस्तन्मूलं तव जननि ताडङ्गमहिमा किरीटं वैरिञ्जं परिहरपुरः कैडबबिदः कठोरे कोडीरे स्खलसि जहि जम्भारि मकुटम् प्रणम्रेष्वेदेषु प्रसभमुपयादस्य भवनं भवस्याभ्युत्थाने तव परिजनोक्तिर्विजयते स्वदेहोद्भूताभिः गृणिभिरणिमाद्याभिरभितो निषेव्ये नित्ये त्वाम् अहमिति सदा भावयति यः किमाश्चर्यं तस्य त्रिनयन समृद्धिं त्रिनयतो महासंवर्ताग्निः विरचयति नीराजन विधिम्। ओम श्री महात्रिपुर सुंदर्यै नमः। ഹരി ഓം. കഴിഞ്ഞ ക്ലാസ്സിൽ 4 ശ്ലോകങ്ങളാണ് കണ്ടത്. 21, 22, 23, 24 ശ്ലോകങ്ങൾ കണ്ടു. ഏറ്റവും മനോഹരമായിട്ടൊരു ശ്ലോകമായിരുന്നു 22ാമത്തെ ശ്ലോകം. ദേവിയുടെ കാരുണ്യത്തിന്റെ, ഭക്തവാത്സല്യത്തിന്റെ, ക്ഷിപ്രപ്രസാദിത്വത്തിന്റെ, അമിത വരദായകത്വത്തിന്റെ എല്ലാം പ്രകടനമായിരിക്കുന്ന ഒരു ഭാവത്തെ ആചാര്യ ഭഗവത്പാദർ വളരെ മനോഹരമായി പ്രകാശിപ്പിച്ചു. ഭവാനിത്വം ദാസേ മയി വിതര ദൃഷ്ടിം സകരുണാം എന്ന് പ്രാർത്ഥിക്കാൻ ഒരുമ്പെട്ടുകൊണ്ട് ഒരു ഭക്തൻ ഭവാനിത്വം എന്ന് ആരംഭിക്കുമ്പോഴേക്കും നിജ സായുജ്യ പദവിയും ദിശസി, തന്റെ തന്നെ സായുജ്യ പദവിയെ നൽകുന്നവളാണ് ദേവി. മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുട മകുട നീരാജിത പദാം, അങ്ങനെയുള്ളതാണ് ആ സായുജ്യ പദവി. ഇന്ദ്രനും ബ്രഹ്മാവും മുകുന്ദനുമെല്ലാം വന്ന് നമസ്കരിക്കുന്നതായിട്ടുള്ളതാണ് ദേവിയുടെ പാദങ്ങൾ. ആ പാദങ്ങളുടെ തുല്യതയെയാണ് നമ്മുടെ പാദങ്ങൾക്കും ദേവി നൽകി അനുഗ്രഹിക്കുന്നത് എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. അപ്പൊ അത്രയ്ക്കും വലിയ അനുഗ്രഹമാണ്, തന്റെ സായുജ്യം തന്നെ നൽകി അനുഗ്രഹിക്കുന്നു ദേവി എന്ന് പറഞ്ഞു. പിന്നീട് അതിന്റെ ദൃഷ്ടാന്തമായിട്ട് മഹാദേവന് തന്റെ തന്നെ രൂപം കൊടുത്തു എന്ന് സൂചിപ്പിക്കാനായിക്കൊണ്ട് മഹാദേവന്റെ പാതി ശരീരം വിഴുങ്ങിയത് പോരാതെ മുഴുവൻ ശരീരത്തെയും ചുവപ്പിച്ചു കളഞ്ഞു ദേവി എന്നുള്ളതാണ് 23ാം ശ്ലോകത്തിൽ പറഞ്ഞത്.
24-ാം ശ്ലോകത്തില് ദേവിയുടെ പുരികക്കൊടികളുടെ ചലനം കൊണ്ട് ആ ആജ്ഞയെ സ്വീകരിച്ചുകൊണ്ട് 5 പേരും പഞ്ചകൃത്യ പരായണന്മാരായിരിക്കുന്നതിനെ കാണിച്ചു. ബ്രഹ്മദേവൻ സൃഷ്ടി ചെയ്യുന്നതും, മഹാവിഷ്ണു സ്ഥിതി പാലനം നടത്തുന്നതും, രുദ്രൻ സംഹാരം നടത്തുന്നതും, ഈശ്വരൻ തിരോധാനം നടത്തുന്നതും, സദാശിവൻ അനുഗ്രഹം നടത്തുന്നതും ദേവിയുടെ ക്ഷണചലിതയോർ ഭ്രൂ ലതികയോഹോ, അല്പമാത്രമുള്ള ചലനം കൊണ്ട്, ഭ്രൂ ലതികകളുടെ പുരികക്കൊടികളുടെ ചെറിയ ചലനം കൊണ്ട് മാത്രം തന്നെ ഈ 5 പേരെയും ആജ്ഞാപിക്കുന്നു ദേവി. ഈ 5 പേരും ദേവിയുടെ ആജ്ഞാനവർത്തികളായി ദേവിയുടെ പുരികക്കൊടിയുടെ ചലനം വായിച്ചെടുക്കാൻ തയ്യാറായി നിൽക്കുന്നു. ദേവിയെ അനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ് ഈ 5 പേരും ദേവിയുടെ ഭൃത്യന്മാരായി നിൽക്കുന്നവർ എന്ന് സൂചിപ്പിച്ചു. അതുവരെയാണ് നമ്മൾ കണ്ടത്. ഇനി 25-ാം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ത്രയാണാം ദേവാനാം ത്രിഗുണജനിതാനാം തവ ശിവേ ഭവേത് പൂജാ പൂജാ തവ ചരണയോർയാ വിരചിതാ തദാ ഹി ത്വൽപാദോദ്വഹന മണിപീഠസ്യ നികടേ സ്ഥിതാ ഹ്യേദേ സസ്വൻ മുകുളിത കരോതം സമകുടാഃ. ത്രയാണാം ദേവാനാം ത്രിഗുണജനിതാനാം തവ ശിവേ ഭവേത് പൂജാ പൂജാ തവ ചരണയോർയാ വിരചിതാ തദാ ഹി ത്വൽപാദോദ്വഹന മണിപീഠസ്യ നികടേ സ്ഥിതാ ഹ്യേദേ സസ്വൻ മുകുളിത കരോതം സമകുടാഃ. ഇവിടെ ആചാര്യ ഭഗവത്പാദർ പറയുകയാണ്, ഹേ ശിവേ, അല്ലയോ ശിവപത്നിയായിരിക്കുന്നവളെ, മംഗളസ്വരൂപിണിയായിരിക്കുന്നവളെ ദേവി. ശിവ എന്നുള്ള നാമത്തിന്റെ സംബോധനയാണ് ശിവേ എന്ന്. അല്ലയോ ശിവേ, തവ ചരണയോർ യാ വിരചിത പൂജ. ദേവിയുടെ ചരണങ്ങൾ രണ്ടിലും വിരചിക്കപ്പെടുന്ന ഏതൊരു പൂജയുണ്ടോ അത് ത്രിഗുണജനിതാനാം ത്രയാണാം ദേവാനാം പൂജാ ഭവേത്. ത്രിഗുണജനിതന്മാരായ ആ 3 ദേവന്മാർക്കുമുള്ള പൂജയായി ഭവിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ 3 പേരും എന്ത് ചെയ്യുന്നു? ത്വൽപാദോദ്വഹന മണിപീഠസ്യ നികടേ സ്ഥിതാ ഹി ഏതേ. ഏതേ എന്ന് പറഞ്ഞാൽ ഏതേ ത്രയഃ. ഈ 3 പേരും ദേവിയുടെ പാദോദ്വഹന മണിപീഠസ്യ നികടേ. ത്വൽപാദോദ്വഹനം, ദേവിയുടെ പാദത്തെ ഉദ്വഹിക്കുന്നത്, ദേവിയുടെ പാദത്തെ താങ്ങുന്നത്, ദേവി പാദം റെസ്റ്റ് ചെയ്യുന്നത്, ഫുട്ട് റെസ്റ്റ്. അപ്പൊ ദേവി കാല് വെച്ച് റെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ദേവിയുടെ ഇരിപ്പിടം വേറെ, മഞ്ചം വേറെ. താഴോട്ട് കാല് താഴ്ത്തിയിടുമ്പോൾ ഒരു കാല് മിക്കവാറും ദേവി താഴത്തേക്ക് താഴ്ത്തിയിട്ടിട്ടാണ് ഇരിക്കുന്നത്. വീരാസനത്തിലാണ് മിക്കവാറും ദേവിയുടെ ആസനങ്ങൾ കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാല് താഴോട്ട് ഞാഴ്ത്തി ഇടുമ്പോൾ അതിന് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു പീഠമുണ്ട്, മുക്കാലി അല്ലെ. ആ മുക്കാലി വാസ്തവത്തിൽ ആരാണ് 3 കാലുകൾ എന്ന് വേണമെങ്കിൽ ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ മുക്കാലിയുടെ ചുറ്റും ആരാണ് കൈകൂപ്പിക്കൊണ്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചാല് ഏതേ ഇവര് 3 ആളും തവ ത്വൽപാദോദ്വഹന മണിപീഠസ്യ നികടേ, ദേവിയുടെ പാദത്തെ ഉദ്വഹിക്കുന്നതായിട്ടുള്ള മണിപീഠം എന്ന് പറഞ്ഞാൽ രത്നപീഠം. സംസ്കൃതത്തില് മണി എന്ന ശബ്ദത്തിന് രത്നം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ രത്നനിർമ്മിതമായിട്ടുള്ള ആ പീഠസ്യ, ആ മുക്കാലിയുടെ നികടേ എന്ന സമീപേ, വെരി ക്ലോസ് ടു ഇറ്റ്, അല്ലെങ്കിൽ അതിന്റെ അടിയിൽ കാലുകളായിട്ടും വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവർ വളരെ ക്ലോസ് ആയിട്ട് നികടമായിട്ട് സ്ഥിതാഹ നിലകൊള്ളുന്നു. അവര് എങ്ങനെയായിട്ട് നിലകൊള്ളുന്നു? ശശ്വന്മുകുളിത കരോത്തം സമകുടാഹ. ശശ്വത എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും നിരന്തരമായിട്ട് ശാശ്വതമായിട്ട് മുകുളിതകരം എന്ന് പറഞ്ഞാൽ കരത്തെ മുകുളമാക്കിയിട്ട്, മുകുളം എന്നാൽ മൊട്ടാണ്,
അപ്പൊ കൈയിനെ മൊട്ടുപോലെ ആക്കിയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ, അഞ്ജലി കൂപ്പിയിട്ട്. മുകുളിതകര ഉത്തംസ മകുടാഹ. ഉത്തംസ മകുടം എന്ന് പറഞ്ഞാൽ ഉത്തംസം ശിരസ്സാണ്, അതിന്റെ മുകളിൽ ഇരിക്കുന്ന മകുടം. അപ്പൊ മകുടത്തോട് കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് ശശ്വത് മുകുളിത കരോത്തംസ മുകുടാഹ, കിരീടത്തോട് അവരുടെ കൈകളും കൂപ്പി കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് നിരന്തരമായി ദേവിയുടെ പാദപീഠത്തിന്റെ അടുത്ത് തന്നെ കുടികൊള്ളുന്നവര് സ്ഥിതി ചെയ്യുന്നു. അപ്പൊ നമ്മള് അവർക്ക് വേണ്ടി ഇനി പ്രത്യേകമായിട്ട് പൂജ കൊടുക്കണോ? ദേവിയുടെ പാദത്തിൽ സമർപ്പിക്കുന്ന ഏത് പൂജാദ്രവ്യങ്ങളും എവിടേക്കാ ചെന്ന് പതിക്കുന്നത്? അത് കുമിഞ്ഞുകൂടി ഇവരുടെ മൂന്നാളുടെയും തലയിൽ തന്നെയാ ചെന്ന് വീഴുന്നത്. മൂന്നാളും ചുറ്റും ദേവിയുടെ പാദപീഠത്തെ സേവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആരാണ്? ത്രയാണാം ദേവാനാം, മൂന്ന് ദേവന്മാർ. ആരാണ്? ത്രിമൂർത്തികള്. സൃഷ്ടി സ്ഥിതി, അതാണ് ത്രിഗുണജനിതാനാം എന്ന് പറഞ്ഞത്. അവര് ത്രിഗുണജനിതന്മാരാണ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഗുണങ്ങളാണ് മൂന്ന് ദേവന്മാര്. രജോ ഗുണം കൊണ്ടാണ് ബ്രഹ്മദേവൻ സൃഷ്ടി ചെയ്യുന്നത്. സൃഷ്ടി ചെയ്യാൻ വേണ്ട ഗുണമാണ് രജോ ഗുണം, അത് ബ്രഹ്മദേവന്റെ ഗുണമാണ്. സത്വഗുണം കൊണ്ടാണ് വിഷ്ണു പാലനം ചെയ്യുന്നത്. പാലനത്തിന് വേണ്ടത് സത്വഗുണമാണ്. വിഷ്ണുവിന്റെ പ്രധാനമായിട്ടുള്ള ഗുണം സത്വഗുണം. അപ്പൊ വിഷ്ണു സത്വഗുണമൂർത്തി. തമോ ഗുണം കൊണ്ടാണ് സംഹാരം, അതാണ് രുദ്രന്റെ ഗുണം. അപ്പൊ സംഹാരമൂർത്തിയായ രുദ്രൻ തമോ ഗുണമൂർത്തിയും സത്വഗുണമൂർത്തിയായ വിഷ്ണു സ്ഥിതി പാലനമൂർത്തിയും ബ്രഹ്മദേവൻ രജോ ഗുണമൂർത്തിയായി സൃഷ്ടികർമ്മവും ചെയ്യുന്നു. അങ്ങനെ മൂന്ന് ഗുണങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളവരാണ് ഈ മൂന്ന് ദേവന്മാർ, ഈ ത്രിമൂർത്തികൾ. അവരെപ്പോഴും ദേവിയുടെ പാദാരവിന്ദങ്ങളെ തൊഴുതുകൊണ്ട് ദേവിയുടെ പാദപീഠത്തിന്റെ സമീപത്ത് വസിക്കുന്നത് കൊണ്ട് ഈ മൂന്ന് പേർക്കുമായിട്ട് ഇനി പ്രത്യേകമായിട്ട് പൂജയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദേവിയുടെ പാദങ്ങളിൽ ചെയ്യുന്ന പൂജ അവിടേക്ക് തന്നെ അവർക്കും കൂടി ചേർന്നതായിട്ട് ഭവിക്കുന്നു. അപ്പൊ ദേവിയെ പൂജിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും പൂജിച്ചു, ആൾ ഇൻക്ലൂസീവ് ആയി എന്നർത്ഥം അല്ലെ? നമുക്ക് ഏറ്റവും തലപ്പത്തുള്ള ആളെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ താഴെയുള്ളവരെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? രാജാവിനെ നമുക്ക് സ്വന്തമാക്കി കിട്ടിയാൽ പിന്നെ മന്ത്രിമാരെയും സേനാനായകന്മാരെയും ചെറിയ ചെറിയ ഉദ്യോഗസ്ഥന്മാരെയും ഭയപ്പെടേണ്ടതുണ്ടോ? പ്രധാനമന്ത്രി നമ്മുടെ ആളാണെങ്കിൽ പിന്നെ നമുക്ക് മറ്റു മന്ത്രിമാരെ പേടിക്കണോ? മറ്റ് വകുപ്പ് സെക്രട്ടറിമാരെ എന്തെങ്കിലും കാര്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയെ കൊണ്ട് വിളിപ്പിക്കാം, അല്ലേ? നമ്മുടെ ആളാണ്, സ്വന്തം ആളാണ്. അപ്പൊ അതുപോലെയാണ് ദേവിയെ നേരിട്ട് പൂജിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും സന്തോഷമായിക്കോളും. അവർക്കും അതിൽ അപ്രീതിയൊന്നുമില്ല. കാരണം അവരും ദേവിയെ അത്രത്തോളം പൂജിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നിരന്തരം അവർ ദേവിയെ സന്തോഷമായിട്ട് തൊഴുതുകൊണ്ടേയിരിക്കുന്നു, ദേവിയെ സേവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ദേവിക്ക് മാത്രം പൂജ കൊടുക്കുന്നു, ഞങ്ങൾക്ക് എന്താ പൂജ തരാത്ത എന്നുള്ള മത്സര ബുദ്ധിയൊന്നും അവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അവരാരാ? അവർ ദേവിയുടെ സേവകന്മാരാണ്. അവർക്കും സന്തോഷമേ ആവുകയുള്ളൂ. അപ്പൊ ദേവിയുടെ പാദങ്ങളിൽ പൂജിക്കുമ്പോൾ ആ പുഷ്പങ്ങളും മറ്റു ദ്രവ്യങ്ങൾ എന്തൊക്കെ നിങ്ങൾ കാണിക്കുന്നുവോ, ദീപാരാധന കാണിക്കുമ്പോഴോ അല്ലെ, ധൂപം കാണിക്കുമ്പോഴോ, ചന്ദനാദി ഗന്ധങ്ങൾ സമർപ്പിക്കുമ്പോഴോ, എന്തൊക്കെ സമർപ്പിച്ചാലും അതൊക്കെ ഇവരുടെ തലയിലും വീഴും. അപ്പോൾ മൂന്ന് പേർക്കും ത്രിമൂർത്തികൾക്കുള്ള പൂജയായി തീർന്നു ദേവിയുടെ പൂജ. അതുകൊണ്ട് നിങ്ങൾ ദേവിയെ പൂജിച്ചാൽ ത്രിമൂർത്തികളും പ്രസാദിക്കും എന്ന് താല്പര്യം, അല്ലെ? 4 in 1 എന്നർത്ഥം. 3 in 1 അല്ല, ഒറ്റ പൂജ കൊണ്ട് 4 in 1. മൂന്ന് ദേവന്മാരും കൂടെ പ്രസാദിക്കും. 3 ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്, മൂന്നാളുടെ പ്രസാദം. ഒരാളെ പൂജിച്ചാൽ മതി. അപ്പോ എഫർട്ട് ഒന്നേ ഉള്ളൂ, ചുരുങ്ങിയ എഫർട്ട് കൊണ്ട് മാക്സിമം ബെനിഫിറ്റ്. അതാണ് ഇവിടെ കാണിച്ചു തരുന്നത് ആചാര്യ ഭഗവത്പാദര്. അതുകൊണ്ട് ദേവിയെ പൂജിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പൂജ കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് ചെയ്യോ ഒന്നും ഉണ്ടാവില്ല. എന്താ കാരണം? അവർക്കൊക്കെ വേണ്ടത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെല്ലാം സന്തുഷ്ടരാകും. അവരുടെ അനുഗ്രഹവും നമുക്ക് വന്നു ചേരുമെന്ന് താല്പര്യം. ത്രയാണാം ദേവാനാം ത്രിഗുണജനിതാനാം തവ ശിവേ ഭവേത് പൂജാ പൂജാ തവ ചരണയോർയാ വിരചിതാ തദാ ഹി ത്വൽപാദോദ്വഹന മണിപീഡസ്യ നികടേ സ്ഥിതാ ഹ്യേദേ ശശ്വന്മുകുളിത കരോത്തം സമകുടാ.
വിരിഞ്ചിഃ പഞ്ചത്വം വ്രജതി ഹരിരാപ്നോതി വിരതിം വിനാശം കീനാശോ ഭജതി ധനദോ യാതി നിധനം വിതന്ത്രീ മാഹേന്ദ്രീ വിതതിരഭി സമ്മീലിത ദൃശാ മഹാസംഹാരേസ്മിൻ വിഹരതി സതി ത്വൽപതിരസൗ വിരിഞ്ചിഃ പഞ്ചത്വം വ്രജതി ഹരിരാപ്നോതി വിരതിം വിനാശം കീനാശോ ഭജതി ധനദോ യാതി നിധനം വിതന്ത്രീ മാഹേന്ദ്രീ വിതതിരഭി സമ്മീലിത ദൃശാ മഹാസംഹാരേസ്മിൻ വിഹരതി സതി ത്വൽപതിരസൗ. ഇവിടെ മഹാസംഹാരേ എന്ന് പറഞ്ഞാൽ മഹാപ്രളയത്തിൽ എന്നർത്ഥം. മഹാപ്രളയകാലത്ത് എല്ലാവരും നശിക്കും, ദേവന്മാരൊക്കെ അടങ്ങും, അവർ വന്നിടത്തേക്ക് മടങ്ങിപ്പോകും. ഏത് സ്രോതസ്സിൽ നിന്നാണോ അവർ ആവിർഭവിച്ചത് ആ ഉത്ഭവ സ്ഥാനത്തേക്ക് തന്നെ അവർ ചെന്ന് ലയം പ്രാപിക്കും. പിന്നെ ആര് മാത്രം ശേഷിക്കും? സദാശിവൻ മാത്രം ശേഷിക്കും. എന്തുകൊണ്ട്? ദേവി സതി ആയതുകൊണ്ട്. അതാണ് സതി എന്നൊരു വിളി ഉണ്ടായില്ല, ഉണ്ടോ? സതി, സതി എന്നാൽ അല്ലയോ പതിവ്രത രത്നമേ എന്നർത്ഥം. അപ്പൊ ദേവി പതിവ്രതയായതുകൊണ്ട് ദേവിയുടെ പാതിവ്രത്യത്തിന്റെ ശക്തി കൊണ്ട് ദേവിയുടെ സൗമംഗല്യത്തിന് യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല. ആ പാതിവ്രത്യത്തിന്റെ ശക്തിക്ക് അനുസരിച്ചാണ് സൗമംഗല്യം എന്നാണ് നമ്മുടെ ഒരു സങ്കല്പം. ഭാരതീയമായിട്ടുള്ള സങ്കല്പത്തിൽ സ്ത്രീകളുടെ പാതിവ്രത്യത്തിന്റെ ശക്തിക്കനുസരിച്ചാണ് ഭർത്താക്കന്മാരുടെ ആയുസ് കൂടിയിരിക്കുന്നത്. തിങ്കളാഴ്ച വ്രതമൊക്കെ നിങ്ങൾ എന്തിനാ നോക്കുന്നത്? ഭർത്താക്കന്മാർക്ക് ആയുസ് കൂട്ടിക്കിട്ടാനും അവരവരുടെ സൗമംഗല്യം നിലനിർത്താനുമായിട്ടാണ്. നമുക്ക് പൊട്ടും പുടവയും ഉടുത്ത് ആഭരണങ്ങളും ധരിച്ച് സദസ്സിലൊക്കെ നന്നായിട്ട് വിലസണമെങ്കിൽ ആര് വേണം കൂടെ? ഭർത്താവ് വേണം, വേണ്ടേ? ഭർത്താവില്ലാതെ പൊട്ടും പുടവയൊക്കെ ഇട്ട് പോയാൽ ആളുകൾ പരിഹസിക്കും, അല്ലേ? ഇത്രയും ഈ മോഡേൺ കാലത്തും അങ്ങനെയുണ്ട് ആൾക്കാർ. അപ്പൊ പിന്നെ പഴയ കാലം പറയണോ? അപ്പോ സൗമംഗല്യം, ആ ശോഭയെല്ലാം നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? ഭർത്താവിന് ആയുസ് വേണം. ആ ഭർത്താവിന് ഇവിടെ മഹാദേവന് ആയുസ് നീട്ടിക്കിട്ടിയത് എന്തുകൊണ്ട്? ബാക്കി എല്ലാവരും സംഹാരകാലത്ത് ലയിക്കുമ്പോഴും ഒരാൾ മാത്രം ശേഷിക്കുന്നു. അതിന് കാരണം ദേവിയുടെ പാതിവ്രത്യ നിഷ്ഠ. അതാണ് സതി എന്ന സംബോധന കൊണ്ട് ആചാര്യ ഭഗവത്പാദരുടെ അത് സൂചിപ്പിച്ചു. ഹേ സതി അസൗ ത്വൽപതിഹി മഹാസംഹാരേ അസ്മിൻ വിഹരതി. അസ്മിൻ മഹാസംഹാരേ, ഈ പ്രപഞ്ചത്തിന്റെ മഹാസംഹാര കാലത്ത്, ഏറ്റവും വലിയ പ്രളയകാലത്ത്, ബ്രഹ്മദേവൻ പോലും ലയിക്കുന്ന പ്രളയകാലത്ത്, ത്വൽപതിഹി അസൗ, അസൗ ഈ അങ്ങയുടെ പതിയുണ്ടല്ലോ, അങ്ങയുടെ ഭർത്താവ് സദാശിവൻ, അദ്ദേഹം മാത്രം വിഹരതി. അദ്ദേഹം മാത്രം ഇങ്ങനെ നടനം ചെയ്യണം, ആനന്ദ നടനം. പ്രളയകാലത്ത് ഭഗവാനും ദേവിയും മാത്രമാണ് ശേഷിക്കുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ ഒരു നാമമുണ്ട്, അല്ലെ? മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി. മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി എന്ന്. കൽപ്പകാലത്ത്, കൽപ്പം ഇവിടെ പ്രളയം എന്ന ഉദ്ദേശത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ലളിതാ സഹസ്രനാമം. ആ മഹാപ്രളയകാലത്ത് മഹേശ്വരന്റെ മഹാതാണ്ഡവത്തിന് സാക്ഷിണിയാണ് ദേവി. അപ്പോ പ്രളയകാലത്ത് മഹാദേവൻ എന്ത് ചെയ്യുന്നു? മഹാതാണ്ഡവം ചെയ്യുന്നു. ആ മഹാതാണ്ഡവം ദേവി മാത്രം ഏക സാക്ഷി. ഭഗവാൻ താണ്ഡവം ചെയ്യുന്നു, ദേവി ഒപ്പം ലാസ്യ നടനം ചെയ്തുകൊണ്ട് അത് സാക്ഷിയായിട്ട് അത് കണ്ടുകൊണ്ട് ആസ്വദിക്കുന്നു എന്നാണ് സങ്കല്പം. അപ്പൊ പ്രളയകാലത്ത് ഇവര് രണ്ടുപേരും മാത്രം ശേഷിക്കുന്നു. ആരാ? മഹാദേവനും ത്രിപുര സുന്ദരിയും ദേവിയും മാത്രം. അതിനെ സൂചിപ്പിക്കുകയാണ് ഇവിടെ. അതാണ് ഇവിടെ വിരിഞ്ചിഹി പഞ്ചത്വം വ്രജതി ഹരിഹി ആപ്നോതി വിരതിം വിനാശം കീനാശോ ഭജതി ധനദോ യാതി നിധനം.
വിതന്ത്രി മാഹേന്ദ്രീ വിതതിരപി സമ്മീലിത ദൃശ മഹാസംഹാരേസ്മിൻ വിഹരതി സതി ത്വൽപതിരസൗ. അവിടെ വിരിഞ്ചി പഞ്ചത്വം വ്രജതി. വിരിഞ്ചി എന്ന് പറഞ്ഞാൽ വിരിഞ്ചൻ ബ്രഹ്മദേവൻ, വിരിഞ്ചി എന്നും പറയാം. എന്തുകൊണ്ട്? വിവിധം രചിക്കുന്നവൻ, പലതിനെ നിർമ്മിക്കുന്നവനായതുകൊണ്ട് ബ്രഹ്മദേവന് വിരിഞ്ചൻ എന്ന പേര്. ആ വിരിഞ്ചൻ പഞ്ചത്വം വ്രജതി. പഞ്ചത്വം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ മരണം പ്രാപിക്കുന്നതിന്റെ പര്യായ ശബ്ദമാണ്. അഞ്ചായി വിഭജിച്ചു പോവുകയാണ് നമ്മളൊക്കെ മരിക്കുമ്പോൾ. നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി. അപ്പൊ അത് വന്നതിന്റെ സ്രോതസ്സിലേക്ക് മടങ്ങും. നമ്മുടെ ശരീരം നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനെ ദഹിപ്പിച്ചാലും കുഴിച്ചിട്ടാലും എന്തു തന്നെ ചെയ്താലും അതിലാകെ അടങ്ങിയിരിക്കുന്ന 5 ഘടകങ്ങൾ ആ 5 ഭൂതങ്ങളിലേക്ക് തിരിച്ചു പോകും. ആകാശം, ഈ ശരീരത്തിലുള്ള ആകാശം സമഷ്ടി ആകാശത്തിലേക്ക് ലയിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന വായു സമഷ്ടി വായുവിലേക്ക് ലയിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന അഗ്നി സമഷ്ടി അഗ്നി തത്വത്തിലേക്ക് ലയിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന ജലാംശം സമഷ്ടി ജലാംശത്തിലേക്ക് ലയിക്കും. ഇതിലെ പൃഥ്വി തത്വം സമഷ്ടി പൃഥ്വിയിലേക്ക് ലയിക്കും. അതിനാണ് ശരീരം പഞ്ചത്വം പ്രാപിക്കുകയാണ് ഉണ്ടാകുന്നത്. 5ആയി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. 5 കൊണ്ടുണ്ടായത് 5ആയി വിഘടിച്ചു പോകുന്നു. അതാണ് പഞ്ചത്വം പ്രാപിക്കുക. അപ്പൊ ബ്രഹ്മദേവൻ പോലും ആ പഞ്ചത്വം എന്ന അവസ്ഥയെ എന്ന് വെച്ചാൽ അവിടെ നാശം എന്നുള്ള അർത്ഥത്തിലാണ് പഞ്ചത്വം ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രഹ്മദേവന്റെ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമല്ല എങ്കിലും അവിടെ പറഞ്ഞു അദ്ദേഹവും ആ മരണം എന്ന അവസ്ഥയെ പ്രാപിക്കുന്നു, നാശത്തെ പ്രാപിക്കുന്നു. വ്രജതി എന്ന് പറഞ്ഞാൽ പോകുന്നു, ഗമിക്കുന്നു എന്നർത്ഥം. ഹരിഹി ആപ്നോതി വിരതി. ഹരി എന്നാൽ വിഷ്ണു. വിഷ്ണുവും വിരതിം ആപ്നോതി. വിരതിയെ വിരാമത്തെ പ്രാപിക്കുന്നു. അദ്ദേഹവും റിട്ടയർ ചെയ്യുന്നു. വിരതി എന്നാൽ റിട്ടയർമെന്റ് ആണ്. അദ്ദേഹവും ഡ്യൂട്ടി നിർത്തിയിട്ട് മടങ്ങിപ്പോകുന്നു വന്നിടത്തേക്ക് തന്നെ. എവിടുന്നാണോ ഉണ്ടായത് അവിടേക്ക് മടങ്ങുന്നു. വിനാശം കീനാശോ ഭജതി. കീനാശൻ എന്ന് പറഞ്ഞാല് യമന്റെ പര്യായമാണ് കീനാശൻ. അപ്പൊ യമനും കാലനാണ് പറയാൻ, പക്ഷെ അദ്ദേഹത്തിനും ഉണ്ട് നാശം. കാലനും റിട്ടയർ ചെയ്യുന്നു, വിനാശത്തെ പ്രാപിക്കുന്നു. വിനാശം ഭജതി. ധനതഃ നിധനം യാതി. ധനധൻ ആരാണ്? കുബേരൻ. ലോകത്തിന് മുഴുവൻ ധനത്തെ ദാനം ചെയ്യുന്നവൻ കുബേരൻ. കുബേരനും നിധനം യാതി. നിധനം എന്നാൽ മരണം തന്നെ. അപ്പൊ കുബേരനും മരണമുണ്ട്. അപ്പൊ ഇങ്ങനെ ദിക്പാലകന്മാരായ ദേവന്മാരൊക്കെ തന്നെ നശിക്കുന്നു. വിതന്ത്രി മാഹേന്ദ്രി വിതതിരപി. വിതന്ത്രി മാഹേന്ദ്രി വിതതി എന്ന് പറഞ്ഞാൽ മാഹേന്ദ്രി വിതതി എന്ന് പറഞ്ഞാൽ മഹേന്ദ്രന്റെ സംഘം. വിതതി എന്ന് പറഞ്ഞാൽ നിര എന്നർത്ഥമാണ്. മഹേന്ദ്രന്റെ സംഘം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ കൂട്ടം എന്നൊരർത്ഥം. മറ്റൊരർത്ഥത്തില് മഹേന്ദ്രന്മാര് മാറി മാറിക്കൊണ്ടിരിക്കും. ഓരോ മന്വന്തരത്തിലും ഇന്ദ്രന്മാർ മാറും. ഒരു ബ്രഹ്മദേവന്റെ ഒരു പകല് കൽപ്പം എന്ന് പറയുമ്പോൾ ആ കൽപ്പത്തിൽ 14 മന്വന്തരങ്ങളാണുള്ളത്. ആ 14 മന്വന്തരങ്ങളിൽ ഓരോന്നിലും ഈ ഇന്ദ്രനും ദേവന്മാരും ഒക്കെ മാറും. നമ്മുടെ എന്താ പറയുക, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ പോലെ, ഗവർണർ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പോസ്റ്റാണ് ഇന്ദ്രൻ എന്നുള്ള പോസ്റ്റ്. അവിടെ വിവിധ വ്യക്തികൾ മെറിറ്റ് കൊണ്ട് വന്നു പോകുന്നു. മെറിറ്റ് ഉള്ളവർക്കേ അവിടെ സ്ഥാനം കിട്ടുള്ളൂ. 100 അശ്വമേധയാഗം ആര് ചെയ്യുന്നുവോ അവർക്ക് ഇന്ദ്രന്റെ ക്വാളിഫിക്കേഷനായി, ഇന്ദ്രനാവാൻ ക്വാളിഫൈഡ് ആയി. അതുകൊണ്ടാണ് ഇന്ദ്രനെ ശക്രൻ എന്ന് പറയുന്നത്. ക്രതു, 100 ക്രതു യാഗം. ഏത് യാഗം? അശ്വമേധയാഗം. 100 അശ്വമേധയാഗം ചെയ്താൽ ശക്രനായി, ശതക്രതുവായി, ഇന്ദ്ര പദവിക്ക് ക്വാളിഫൈഡ് ആയി. നമ്മൾ ഇന്ന ജോലിക്ക് ഗ്രാജുവേഷൻ വേണം, പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം, IAS വേണം എന്നൊക്കെ പറഞ്ഞ് നിയമം വെച്ചിട്ടില്ലേ? അതുപോലെ ഇന്ദ്ര പദവിക്കുള്ള ക്വാളിഫിക്കേഷൻ 100 അശ്വമേധയാഗമാണ്. അങ്ങനെ ചെയ്തിട്ടുള്ളവർക്കൊക്കെ അവിടെ വേക്കൻസിന്റെ, അവർക്കൊക്കെ അവിടെ ചാൻസ് ഉണ്ട്. അവരൊക്കെ ക്വാളിഫൈഡ് ആയി, അവരൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റിലായി. ഇപ്പോഴത്തെ ഇന്ദ്രന്റെ പേര് പുരന്ദരനാണ്. അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രൻ മഹാബലിയാണ്. മുമ്പും ഇതുപോലെ ഇന്ദ്രന്മാർ മാറിയിട്ടുണ്ട്. ഓരോ മന്വന്തരത്തിലും 71,000 ചതുർയുഗങ്ങളാണ് ഒരു മന്വന്തരം. ആ ചതുർയുഗങ്ങൾ കഴിയുമ്പോൾ ഇന്ദ്രന്മാർ റിട്ടയർ ചെയ്യുന്നു. അതാണ് അവിടെ മാഹേന്ദ്രി വിതതി എന്ന് പറഞ്ഞാൽ മഹേന്ദ്രന്മാരുടെ പരമ്പരകൾ നിരന്തരമായിട്ട് എല്ലാം
അവര് വാസ്തവത്തിൽ വിതന്ത്രി എന്ന് പറഞ്ഞു അവരെ വിശേഷിപ്പിച്ചു. തന്ത്രയില്ലാത്തവർ. തന്ത്ര എന്ന് പറഞ്ഞാൽ ആലസ്യം, മടി, ആലസ്യം, ലേസിനസ്, ഇതിനാണ് തന്ത്ര എന്ന് പറയുന്നത്. അതില്ലാത്തവരാണ്, ഓടി നടന്ന് പണിയെടുക്കുന്നവരാണ്. ആര്? ഇന്ദ്രാദി ദേവന്മാരൊക്കെ ഭഗവാനെ പേടിച്ച് അല്ലെങ്കിൽ ഭഗവതിയെ പേടിച്ചിട്ട് ഭീഷാസ്മാദ് വാതഃ പവതേ ഭീഷോദേതി സൂര്യഃ ഭീഷാസ്മാദഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമ ഇതി എന്ന് വേദം പറയും. ഓടി നടന്നാണ് അവരൊക്കെ പണിയെടുക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പൊ ആലസ്യമില്ലാതെ ദേവിയെ ഭയന്നുകൊണ്ട് ഓടി നടന്ന് പണിയെടുത്തിട്ടും അവർക്കൊക്കെ കമ്പൽസറി റിട്ടയർമെന്റ് ഉണ്ട്. അവരുടെ സമയമായാൽ അവര് പിരിഞ്ഞു പൊക്കോളണം. അതാണ് ഇവിടെ പറയുന്നത്. മാഹേന്ദ്രീ വിതതിരപി, മഹേന്ദ്രന്മാരുടെ കൂട്ടങ്ങളും അവർ എത്ര വിതന്ത്രന്മാരാണെങ്കിലും ആലസ്യമില്ലാത്തവരാണെങ്കിലും അവരൊക്കെ തന്നെ സമ്മീലിത ദൃശാ, കണ്ണടച്ചവരായി ഭവിക്കുന്നു. കണ്ണടച്ചവരായി ഭവിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കും പ്രളയമുണ്ട് എന്നർത്ഥം. എല്ലാവരും സമ്മീലിത ദൃശാഹ, സമ്മീലിത ദൃക്കുകളായിത്തീരുന്നു. അങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ മഹാസംഹാരേ അസ്മിൻ മഹാസംഹാരേ ഹേ സതി, അല്ലയോ പതിവ്രതാരത്നമേ, ത്വൽപതിഹി, ദേവിയുടെ പതിയുണ്ടല്ലോ, അസൗ, ഇദ്ദേഹം, ഈ സദാശിവൻ, സഹവിഹരതി, അദ്ദേഹം മാത്രം വിഹരിച്ചു കൊണ്ടിരിക്കുന്നു, ക്രീഡിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല. ഇതെന്തുകൊണ്ട്? അമ്മ സതി ആയതുകൊണ്ട്, അമ്മയുടെ പാതിവ്രത്യത്തിന്റെ ശക്തിയാണത്. ഇനിയും അടുത്ത ശ്ലോകത്തിലും ഇതേ ആശയം തുടരുന്നതുകൊണ്ട് ഇത് നമ്മള് ഇത്രയും മതി. 28-ാം ശ്ലോകത്തിലും ഇതിന്റെ ഒരു തുടർച്ചയാണ്. അതിന്റെ ഇടയിൽ 27-ാമത് അതിമനോഹരമായിട്ടുള്ളൊരു ശ്ലോകം വരുന്നു. അതിലേക്ക് പോകാം. പ്രളയകാലത്തും ദേവിയുടെ പാതിവ്രത്യത്തിന്റെ മഹിമ കൊണ്ട് മഹാദേവൻ മാത്രം സദാശിവനായി ദേവിയുടെ പതിയായി ഒപ്പം വിഹരിക്കുന്നു. ബാക്കി എല്ലാവരും മരണം പ്രാപിക്കുന്നു, നാശം പ്രാപിക്കുന്നു. പ്രളയകാലത്ത് ബാക്കി ആരും ശേഷിക്കുന്നില്ല എന്നുള്ള ആശയമാണ് 26-ൽ പറഞ്ഞതെങ്കിൽ അതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ 28-ാം ശ്ലോകത്തില് വരുന്നുണ്ട്. വിരിഞ്ചിഃ പഞ്ചത്വം വ്രജതി ഹരിരാപ്നോതി വിരതിം വിനാശം കീനാശോ ഭജതി ധനദോ യാതി നിധനം വിതന്ത്രീ മാഹേന്ദ്രീ വിതതിരഭി സമ്മീലിത ദൃശാ മഹാസംഹാരേസ്മിൻ വിഹരതി സതി ത്വൽപതിരസൗ. അടുത്ത ശ്ലോകം അതിമനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്, 27-ാമത്തെ ശ്ലോകം. ജബോ ജൽപശിൽപം സകലമപി മുദ്രാ വിരചന ഗതിഃ പ്രാദക്ഷിണ്യക്രമണമശനാദ്യാഹുതി വിധിഃ പ്രണാമഃ സംവേശഃ സുഖമഖിലമാത്മാർപ്പണദൃശാ സപര്യാപര്യായഃ തവ ഭവതു യന്മേ വിലസിതം. ജപോ ജൽപശിൽപം സകലമപി മുദ്രാ വിരചന ഗതിഃ പ്രാദക്ഷിണ്യക്രമണമശനാദ്യാഹുതി വിധിഃ പ്രണാമഃ സംവേശഃ സുഖമഖിലമാത്മാർപ്പണദൃശാ സപര്യാപര്യായഃ തവ ഭവതു യന്മേ വിലസിതം. എല്ലാവരും ബൈഹാർട്ട് ചെയ്ത് വെച്ചോളൂ ഈ ഒരു ശ്ലോകം എങ്കിലും. അത്ര മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണ് ഈ 27-ാമത്തെ ശ്ലോകം. എന്താണ് നമ്മള് വൈഷ്ണവന്മാരെന്ത് പറയും? കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. വൈഷ്ണവന്മാരുടെ ഒരു മഹാമന്ത്രമാണിത്. എപ്പോഴും ഇത് ചൊല്ലണം. ഏത് ക്രിയകൾ, ഏത് കർമ്മം ചെയ്യുമ്പോഴും എപ്പോഴും രാവിലെയും വൈകുന്നേരവും എന്ന് പറഞ്ഞ പോലെ ചൊല്ലാനുള്ളതായിട്ടൊരു മഹാമന്ത്രമാണ് ഈ മന്ത്രം.
കായേന വാച മനസേന്ദ്രിയർവ എന്നുള്ള സമർപ്പണ മന്ത്രം. അതുപോലെ ശൈവന്മാർക്കുള്ള സമർപ്പണ മന്ത്രമുണ്ട്. എന്താണ്? ആത്മാത്വം ഗിരിജാമതി സഹചരാ പ്രാണ ശരീരം ഗൃഹം പൂജാതേ വിഷയോ ബഭോഗരചനാ നിദ്രാ സമാധിസ്ഥിതി സഞ്ചാരഃ പദയോ പ്രദക്ഷിണ വിധി സ്തോത്രാണി സർവാഗിരോ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാദം വിഹിതമവിഹിതം വാ സർവമേതൽ ക്ഷമസ്വ ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഇത് ശൈവന്മാരുടെ സമർപ്പണ പ്രാർത്ഥനയാണ്. സമർപ്പണവും ക്ഷമാപണവുമാണ്. അതുപോലെയുള്ള ദേവീഭക്തന്മാർക്ക്, ശാക്തേയന്മാർക്കുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ 27ാമത്തെ ശ്ലോകം. ജപോ ജൽപ ശില്പം സകലമപി മുദ്രാ വിരചന ഗതി പ്രാദക്ഷിണ്യക്രമണം അശനാദ്യാഹുതിവിധി പ്രണാമ സംവേശഃ സുഖം അഖിലം ആത്മാർപ്പണദൃശാ സപര്യാപര്യായഃ തവ ഭവതു യന്മേ വിലസിതം. ഇവിടെ ആചാര്യ ഭഗവത്പാദര് പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യത് മേ വിലസിതം തവ സപര്യാപര്യായഃ ഭവതു. എന്താണ്? യത് മേ വിലസിതം, ഏതൊക്കെ എൻ്റെ വിലാസങ്ങളുണ്ടോ, എൻ്റെ ഏതൊക്കെ ചേഷ്ടകളുണ്ടോ, എല്ലാ ചേഷ്ടകളും അത് തവ സപര്യാപര്യായഃ ഭവതു, ദേവിയുടെ സപര്യയുടെ പര്യായമായി ഭവിക്കട്ടെ. സപര്യ എന്ന് പറഞ്ഞാൽ പൂജയുടെ പര്യായ ശബ്ദമാണ്. സപര്യ എന്ന് പറഞ്ഞാൽ പൂജ തന്നെയാണ് സപര്യ. സപര്യ പര്യായ എന്ന് പറഞ്ഞാലോ സപര്യക്ക് പൂജയ്ക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ഭവിക്കട്ടെ എന്നാണ്. പര്യായ ശബ്ദത്തിന് എന്താ അർത്ഥം? പകരം വെക്കാവുന്നത്, ഓൾട്ടർനേറ്റീവ്. അപ്പോ ഒരു പൂജയ്ക്കുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഞാൻ പറയണം, എനിക്ക് എപ്പോഴും ദേവിയുടെ പൂജ ചെയ്യാനൊന്നും ശക്തിയില്ല, അതിനുള്ള സാമർഥ്യമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നതും ദേവിയുടെ പൂജയായി മാറട്ടെ എന്നാണ് ഇവിടുത്തെ പ്രാർത്ഥന. അതാണ് യതുമേ വിലസിതം, വാട്ട് എവർ ഐ ആം ഡൂയിങ് തത് തവ സപര്യാപര്യായഃ ഭവതു, അതെല്ലാം അമ്മയുടെ സപര്യയുടെ പര്യായമായി ഭവിക്കട്ടെ, പൂജയ്ക്ക് പകരമായി ഭവിക്കട്ടെ. അമ്മ പൂജയായിട്ട് അതിനെ സ്വീകരിച്ചോളൂ എന്നർത്ഥം. അമ്മ കരുണാമൂർത്തിയല്ലേ, അല്ലേ? കരുണാമൂർത്തിയായ അമ്മയോട് പറയണ, അമ്മേ എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ കേട്ടോ, എനിക്ക് ഇത്രയൊക്കെ ആവുള്ളൂ, ആവുന്നത് ഞാൻ ചെയ്യാം, അതൊക്കെ അമ്മ പൂജയായിട്ട് എടുത്തോളണം. പൂജ എന്ന് പറഞ്ഞാലോ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയായിട്ട് അമ്മ എടുത്തോളണം, എനിക്ക് ഇത്രയേ സാധിക്കുള്ളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാ പറയണ നോക്കൂ. ജപോ ജൽപഃ, ആദ്യത്തെ ഒരു ജപഃ ജൽപഃ ഭവതു, അഥവാ ജൽപഃ ജപഃ ഭവതു, അങ്ങനെ എടുക്കണം. ജൽപഃ എന്ന് പറഞ്ഞാല് ഞാൻ ചെയ്യുന്ന ജൽപ്പനങ്ങൾ, എന്ത് പറയുന്നതാണെങ്കിലും ഞാൻ വായ കൊണ്ട് ഏതൊക്കെ പ്രലാപങ്ങൾ ചെയ്യുന്നുണ്ടോ, ആരോടൊക്കെ ഞാൻ എന്തൊക്കെ സംഭാഷണങ്ങൾ ചെയ്യുന്നുണ്ടോ, ഏതൊക്കെ വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് വരുന്നുണ്ടോ, ആ വാക്കുകളെല്ലാം തന്നെ, എൻ്റെ ജൽപ്പങ്ങളെല്ലാം ദേവിയുടെ ജപമായി ഭവിക്കട്ടെ. ദേവി അങ്ങനെ എടുക്കുക. ഇപ്പൊ എനിക്ക് അത്ര ഗ്യാരണ്ടി പറയാനൊന്നും പറ്റില്ല ഞാൻ എന്തൊക്കെയാ വായ കൊണ്ട് പറയാന്നുള്ളതൊന്നും. ഞാൻ ആത്മാർപ്പണ ദൃശ, ഞാൻ പരമാവധി എൻ്റെ ആത്മാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യാം, പരമാവധി എൻ്റെ
സമർപ്പണ ബുദ്ധിയോടുകൂടി ആത്മാർപ്പണ ദൃശ എന്ന് പറയുന്നുണ്ട്. ആത്മാർപ്പണ ദൃശ എന്ന് പറഞ്ഞാൽ എന്റെ ആത്മാർപ്പണ ദൃഷ്ടിയോടുകൂടി, പൂർണ്ണ സമർപ്പണ ഭാവത്തോടുകൂടി ഞാൻ സംസാരിക്കുന്നതെന്തും അമ്മയുടെ ജപമായി മാറട്ടെ എന്ന് ഞാൻ സങ്കല്പിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അമ്മയോട് നിവേദനം പറയുകയാണ്. അമ്മ അങ്ങനെ എടുക്കണം എന്ന് പറയുമ്പോൾ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ പരമാവധി ശ്രമിക്കാമെന്നുള്ളൊരു വാഗ്ദാനം കൂടിയുണ്ട്. എനിക്ക് അഥവാ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാലും അമ്മ അത് ജപത്തിന്റെ കൂട്ടത്തിൽ കൂട്ടിക്കോളൂ, പക്ഷെ ഞാൻ പരമാവധി ശ്രമിച്ചോളാം കേട്ടോ. എന്റെ ആത്മാർപ്പണ ബുദ്ധി ഉണ്ട്. അതുകൊണ്ട് എന്റെ വായിൽ വരുന്നതൊക്കെ അമ്മയുടെ മഹത്വമായി തീരട്ടെ. അമ്മയെ കുറിച്ച് പറയുന്നതാവട്ടെ എന്റെ വാക്കുകളെല്ലാം. എന്ത് പറയുമ്പോഴും അമ്മയെ സ്മരിച്ചുകൊണ്ട്, അമ്മയുടെ ലീലയായിട്ട്, അമ്മയുടെ വിഭൂതിയായിട്ട് ഏത് കർമ്മത്തെയും ഞാൻ കാണട്ടെ. ഈ ലോകത്തിൽ ഏത് വസ്തുക്കളെ കാണുമ്പോഴും അത് അമ്മയുടെ പ്രകാശമായി ഞാൻ മനസ്സിലാക്കട്ടെ. അങ്ങനെ ഞാൻ പറയുമ്പോൾ എല്ലാം അമ്മയുടെ അനുഗ്രഹമായിട്ട് പറയാൻ എനിക്ക് കഴിയണം. അപ്പൊ ഞാൻ ജൽപ്പിക്കുന്നതെല്ലാം അമ്മയുടെ ജപമായി മാറട്ടെ. പിന്നെയോ ശില്പം സകലമപി മുദ്രാ വിരചന. സകലം ശില്പം അപി. സകലം എന്ന് പറഞ്ഞാൽ മുഴുവൻ, ശില്പം എന്ന് പറഞ്ഞാൽ കരകൗശലം എന്നർത്ഥമാണ്. ഇവിടെ കരകൗശലം എന്ന് പറഞ്ഞാൽ എന്റെ കൈകളെ കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും, വാട്ട് എവർ ഐ ആം ഡൂയിങ് വിത്ത് മൈ ഹാൻഡ്സ്, അതാണ് ശില്പം. ശില്പം എന്ന് പറഞ്ഞാൽ കൈകളെ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി. അപ്പൊ എന്റെ കൈകളെ കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദേവിയുടെ മുദ്രാവിരചനയായിട്ട് എടുത്തോളൂ. ദേവിയുടെ പൂജാവിധികളിൽ പലതരം മുദ്രകളെ പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള പരിപാടികളുണ്ട്. ഹസ്തം കൊണ്ട് താന്ത്രിക വിധിപ്രകാരം വിവിധ മുദ്രകളെ പ്രകടിപ്പിക്കണം. സംക്ഷോഭണാദി മുദ്രകൾ എന്ന് പറയും. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ളതായിട്ടുള്ള മുദ്രകളെ കൊണ്ട് ദേവിയെ പ്രസാദിപ്പിക്കുകയാണ്. മുദ്ര എന്ന് പറഞ്ഞാൽ പ്രസാദിപ്പിക്കുവാനുള്ളത് എന്നാണ് അർത്ഥം. മുദം രാതീതി മുദ്ര. മോദത്തെ നൽകുന്നത് മുദ്ര, സന്തോഷത്തെ നൽകുന്നതാണ് മുദ്ര. അപ്പൊ ദേവിക്ക് സന്തോഷത്തെ നൽകാൻ വേണ്ടി ഞാൻ പലതും എൻ്റെ കൈകളെ കൊണ്ട് കാണിക്കുകയാണ്. എൻ്റെ സങ്കല്പം കൊണ്ട് ഞാൻ കാണിക്കുകയാണ്. എനിക്ക് കൊടുക്കാൻ പലതും ഇല്ല, കൊടുക്കണം എന്നുണ്ട്, പക്ഷെ കൊടുക്കുന്നതിന് പകരമായിട്ട് ഞാൻ മുദ്രകൾ കാണിക്കുന്നു. ദേവി അത് സ്വീകരിക്കുന്നു. കാരണം ദേവിക്ക് സ്ഥൂലമായിട്ടുള്ള വസ്തുക്കളല്ല വേണ്ടത്, സൂക്ഷ്മമായിട്ടുള്ള നമ്മുടെ ഭാവമാണ് വേണ്ടത്. കൊടുക്കാനുള്ള മനസ്സാണ് വേണ്ടത്. നമ്മൾ കൊടുക്കാൻ സങ്കല്പിച്ചുകൊണ്ട് ദേവിക്ക് വേണ്ടി എന്തെങ്കിലും കൊടുത്ത, ഇപ്പൊ നമ്മളിപ്പോ ഏത് പൂജയിലാണെങ്കിലും ഇപ്പൊ ഭഗവാന് നിവേദ്യം കൊടുക്കുമ്പോ നമ്മൾ എന്താ കാണിക്കുന്ന? വാസ്തവത്തിൽ വാരി കൈകൊണ്ട് എടുത്ത് ഉരുളയെടുത്ത് ഇങ്ങനെ കൊടുക്കാറുണ്ടോ? സ്ഥൂലമായിട്ട് ഇല്ല. അതിന്റെ പ്രാണാഹൂതിയാണ് ചെയ്യുന്നത്. അതിന്റെ മുകളിലൂടെ ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് കാണിച്ചുകൊണ്ട് പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, വ്യാനായ സ്വാഹ, ഉദാനായ സ്വാഹ, സമാനായ സ്വാഹ. വെറും മുദ്രകളേ ഉള്ളൂ, ഒന്നും കൊടുത്തില്ല. അത് അവിടെ തന്നെ ഉണ്ട്, സാധനമൊക്കെ അവിടെ തന്നെ ഉണ്ട്. നമ്മൾ കൊണ്ടുവന്ന നിവേദ്യമൊക്കെ തിരിച്ചു തന്നെ നമ്മൾ എടുക്കണു. അപ്പൊ ദേവിക്കും ദേവന്മാർക്കും ആ നിവേദ്യങ്ങളല്ല പ്രധാനം, അതിന്റെ ഭാവനയാണ് മുഖ്യം. നമ്മുടെ കൊടുക്കാനുള്ള ആറ്റിറ്റ്യൂഡാണ് മുഖ്യം. അപ്പൊ അതിന്റെ പ്രതീകം തന്നെയാണ് ഈ മുദ്രകളൊക്കെ. ദേവിക്ക് സന്തോഷം കൊടുക്കാൻ പലതരം മുദ്രകളെ കൊണ്ട് ദേവിയെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഞാൻ ചെയ്യുന്ന, കൈകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദേവിക്കുള്ള മുദ്രാവിരചനയായി മാറട്ടെ, ദേവിക്കുള്ള ആരാധനാക്രമമായി മാറട്ടെ, പൂജയായി മാറട്ടെ, ദേവിക്കുള്ള കൈങ്കര്യമായി ഭവിക്കട്ടെ. ഞാൻ ചെയ്യുന്നത്, എൻ്റെ കൈകളെ കൊണ്ട് ചെയ്യുന്നതെല്ലാം ദേവിക്ക് പ്രസാദത്തിനായി ഭവിക്കട്ടെ, ദേവി എന്നിൽ പ്രസാദിക്കട്ടെ. അപ്പൊ ഞാനും സൂക്ഷിക്കും. കാരണം എന്താ? ഞാൻ എൻ്റെ കൈകളെ കൊണ്ട് അരുതാത്തത് വല്ലതും ചെയ്താൽ ദേവി പ്രസാദിക്കുകയോ ഇല്ലല്ലോ. അതുകൊണ്ട് അരുതാത്തത് ചെയ്യാതിരിക്കാൻ ഞാൻ പരമാവധി എൻ്റെ കയ്യിനെ നിയന്ത്രിക്കും. എൻ്റെ കൈയിനോട് ഞാൻ പറയും, അല്ലോ കയ്യെ, ഈ കൈകൾ ദേവിക്ക് ഡെഡിക്കേറ്റഡ് ആണ്. അതിനാണ് നമ്മൾ പല കാപ്പുകളൊക്കെ കയ്യിൽ കെട്ടുന്നത്. ഒന്നുകിൽ പവിത്രമോതിരം, അല്ലെങ്കിൽ ദർഭ കൊണ്ട് പവിത്രം, അതല്ലെങ്കിൽ കയ്യിൽ കാപ്പ്. ഇതൊക്കെ എന്തിന്റെ പ്രതീകമാണ്? കമ്മിറ്റ്മെന്റിന്റെ പ്രതീകമാണ്. ഐ ഡെഡിക്കേറ്റ് മൈ ഹാൻഡ്സ് ഫോർ ദിസ് പർപ്പസ് ഓൺലി. ഏത് പർപ്പസ്? ഈ ദേവിയെ പൂജിക്കാൻ വേണ്ടി മാത്രം, ദേവിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ കൈകളെ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പ്രതീകമായിട്ടൊരു ബന്ധനമാണ് നമ്മൾ
ഈ കയ്യിൽ കാപ്പായിട്ടോ അല്ലെങ്കിൽ പവിത്ര മോതിരമായിട്ടോ ഒക്കെ ധരിക്കുന്നത്. കമ്മിറ്റ്മെന്റിനെ കാണിക്കാനാണ്. അപ്പൊ ഞാൻ എൻ്റെ കൈകളെ കൊണ്ട് ചെയ്യുന്നതെല്ലാം ദേവിയുടെ പൂജാമുദ്രകളാക്കി ദേവി സ്വീകരിക്കണം. ഞാനും പരമാവധി ദേവിയെ പ്രസാദിപ്പിക്കുവാനുള്ള പ്രവൃത്തികൾ മാത്രമേ എൻ്റെ കൈകളെ കൊണ്ട് ചെയ്യുകയുള്ളൂ. അങ്ങനെ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഗതിഹി പ്രാദക്ഷിണ്യക്രമണം. എൻ്റെ ഗതി എന്ന് പറഞ്ഞാൽ സഞ്ചാരം. ഞാൻ എവിടെയൊക്കെ ഗമിക്കുന്നുവോ അതൊക്കെ ദേവിക്കുള്ള പ്രാദക്ഷിണ്യക്രമണമായിട്ട് എടുത്തോളൂ. ക്രമിക്കുക എന്ന് പറഞ്ഞാൽ പാദവിക്ഷേപം ചെയ്യുക തന്നെയാണ്. കാലുകൾ എടുത്തു വെക്കുന്നതിനാണ് ക്രമിക്കുക എന്ന് പറയുന്നത്. ക്രമണം പാദവിക്ഷേപം. പ്രാദക്ഷിണ്യക്രമണം പ്രദക്ഷിണം ചെയ്യുവാനായിക്കൊണ്ട് ഞാൻ കാലെടുത്ത് വെക്കുന്നതായിട്ട് എൻ്റെ സഞ്ചാരങ്ങളെ അമ്മ സ്വീകരിച്ചോളൂ. അപ്പൊ ഞാൻ എവിടേക്ക് പോകണമെങ്കിലും അത് അമ്മയുടെ പ്രദക്ഷിണമായി മാറട്ടെ. ഇനി ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞാലും അത് പ്രദക്ഷിണമാക്കാം അമ്മയ്ക്ക്. പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യേണ്ടത്? നമ്മൾ മലയാളത്തിൽ പറയും വലത് വെക്കുക എന്നാ പറയുക, അല്ലെ? ക്ലോക്ക് വൈസ് ആയിട്ടുള്ള കറക്കത്തിനാണ് പ്രദക്ഷിണം എന്ന് പറയുക. വലത് വെക്കലാണ്, ദക്ഷിണമാണ്. എന്താ ദക്ഷിണം എന്ന് പറഞ്ഞാല് ദക്ഷിണ ഭാഗത്ത് നമ്മൾ ആരെ ആരാധിക്കുന്നുവോ ആരെ ബഹുമാനിക്കുന്നുവോ അവരെ സ്ഥാപിക്കുക. അവർ ദക്ഷിണ ഭാഗത്താണ്, നമ്മൾ അവരുടെ വാമഭാഗത്താണ്, ഇടതുവശത്താണ്. നമ്മൾ ഇടതുവശത്തും ആരാധനാമൂർത്തി വലതുവശത്തും ദക്ഷിണ ഭാഗത്തും. എന്നിട്ട് അവരെ എപ്പോഴും ദക്ഷിണ ഭാഗത്താക്കി നിർത്തിക്കൊണ്ട് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന് പേരാണ് എന്ത്? പ്രദക്ഷിണം. പ്രകർഷേണ ദക്ഷിണ ഭാഗത്താക്കുക. എന്താണ് ഈ ദക്ഷിണ ഭാഗത്താക്കുന്നതിന്റെ തത്വം? ആ ദാക്ഷിണ്യം, ദക്ഷിണ ഭാഗത്തുള്ളതായിട്ടുള്ള സ്ഥാനം ശ്രേഷ്ഠന്മാർക്കുള്ള സ്ഥാനമാണ്. ഇടതുവശം അനുജന്മാർക്കും വലതുവശം ജ്യേഷ്ഠന്മാർക്കും, അഥവാ വലതുവശം എപ്പോഴും ശ്രേഷ്ഠന്മാർക്കും ഇടതുവശം ഭൃത്യന്മാർക്കുള്ള സ്ഥാനമാണ്. രാജാവും ഭൃത്യനും കൂടി നടക്കുമ്പോൾ ഭൃത്യൻ വലതുവശത്ത് നടക്കാൻ പാടില്ല. പ്രോട്ടോകോൾ ഉണ്ട്. രാജാക്കന്മാർ മുമ്പേ നടക്കും, അതിന്റെ ഇടതുവശം ചേർന്ന് വേണം, പിന്നാലെ വേണം ഭൃത്യന്മാർ നടക്കാനായിക്കൊണ്ട്. ഒപ്പവും നടക്കില്ല, കുറച്ച് പുറകില് ഇടതുവശത്തായിട്ട് നടക്കണം. സ്വാമി നടക്കുമ്പോൾ ഭൃത്യന്മാർ ഇടതുവശത്ത്, പ്രഭു നടക്കുമ്പോൾ ഭൃത്യന്മാർ ഇടതുവശത്ത്. അതുപോലെ ഏതൊരു സ്ഥാനത്തും ആര് ഇരിക്കുമ്പോഴും അവരുടെ ഇടതുവശത്ത് നിന്ന് വേണം സേവിക്കാൻ. ഇങ്ങനെയൊക്കെ ചില പ്രോട്ടോകോളുകൾ. അപ്പോ വലതുവശം ശ്രേഷ്ഠം എന്നുള്ളതാണ് സങ്കല്പം. അതാണ് വലത്താക്കുക, വലതു വയ്ക്കുക, പ്രദക്ഷിണം ചെയ്യുക എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം. നമ്മുടെ മലയാളികൾക്ക് പ്രദക്ഷിണം എന്ന് പോലും ശരിക്കും അറിയില്ല. പ്രതീക്ഷണം എന്ന് പറയുന്നത് കേൾക്കാം. പ്രദക്ഷിണമല്ല പ്രദക്ഷിണം. പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷണം പ്രതി, ഓരോ നിമിഷം തോറും എന്നാണ് അർത്ഥം. പ്രദക്ഷിണം വലതുഭാഗം, വലതുഭാഗത്താക്കുക. അപ്പൊ ദേവിയെ വലതുഭാഗത്താക്കുന്നു ഞാൻ. എന്റെ വലതുഭാഗത്ത് എപ്പോഴും ദേവിയുണ്ട് എന്നുള്ള ചിന്ത എനിക്കുണ്ട്. അപ്പൊ എന്തായി? ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞാലും ദേവിയുടെ പ്രദക്ഷിണമാണ്. കാരണം എന്താ? ദേവി എന്റെ വലതുഭാഗത്തുണ്ട് എന്ന് പറഞ്ഞാലോ, ഞാൻ ദേവിക്ക് വേണ്ടിയിട്ടാണ് എന്റെ സഞ്ചാരം. ദേവിയെ സന്തോഷിപ്പിക്കുവാനുള്ള ഏതോ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സഞ്ചരിക്കുന്നതെങ്കിൽ, ഞാൻ നേരെ പോവുകയാണെങ്കിലും ഞാൻ ഇടത്തോട്ട് പോവുകയാണെങ്കിലും അതിനെ പ്രദക്ഷിണമായിട്ട് ദേവി എടുത്തോളും. എന്റെ മനസ്സിൽ ദേവി ഉണ്ടായാൽ മതി. ദേവിയെ പ്രീതിപ്പെടുത്താനാണ് ഞാൻ പോകുന്നത് എന്ന ചിന്തയുണ്ടായാൽ മതി. അപ്പൊ പ്രദക്ഷിണം സാങ്കേതികം മാത്രം. മനസ്സിലാണ് പ്രദക്ഷിണം. മനസ്സിൽ വലതുവശത്ത് ദേവി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മാസ്റ്ററായി, നമ്മുടെ മിസ്ട്രസ്സായി, നമ്മുടെ പ്രഭ്വിയായി, സ്വാമിനിയായി, യജമാനത്തിയായി, മഹാരാജ്ഞിയായി ദേവിയെ വലതുവശത്ത് നമ്മൾ പ്രതിഷ്ഠിക്കുക. നമ്മൾ ദാസഭാവത്തിൽ, ഭൃത്യഭാവത്തിൽ എപ്പോഴും ദേവിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അപ്പൊ നമ്മൾ എവിടെ പോകുമ്പോഴും എന്തായി? ഓൺ ഡ്യൂട്ടിയാണ്. ആരുടെ ഡ്യൂട്ടിയില്? ദേവിയുടെ ഡ്യൂട്ടിയില്. അപ്പൊ എന്താണത്? പ്രദക്ഷിണമാണ്. മനസ്സിലാവുണ്ടോ പ്രദക്ഷിണത്തിന്റെ തത്വം? അപ്പോ ഞാൻ എവിടെയൊക്കെ സഞ്ചാരം ചെയ്താലും മമ ഗതിഹി പ്രാദക്ഷിണ്യക്രമണം ഭവതു, അത് അമ്മയുടെ പ്രദക്ഷിണ ക്രമണമായി ഭവിക്കട്ടെ. അശനാദി ആഹുതി വിധിഹി. അശനാദി എന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷിക്കുന്നതെല്ലാം, അശനം ചെയ്യുന്നത്, അശനം അശിക്കുക, ഭക്ഷിക്കുക. എന്റെ ഭക്ഷണാദി കാര്യങ്ങളൊക്കെ തന്നെ അമ്മയ്ക്കുള്ള ആഹുതി വിധിയായിട്ട്, ആഹുതി എന്ന് പറഞ്ഞാൽ പ്രാണാഹുതി,
അമ്മയ്ക്കുള്ള ഹോമം ചെയ്യുന്നതോ അമ്മയ്ക്ക് നിവേദ്യം സമർപ്പിക്കുന്ന ആഹൂതിയായിട്ടോ അമ്മ സ്വീകരിക്കുക. അപ്പൊ ഞാൻ ഭക്ഷിക്കുന്നത് പോലും അമ്മയ്ക്കുള്ള ഭക്ഷണമാണെന്ന് കരുതണം. അപ്പൊ നമ്മൾ എത്ര ജാഗ്രത വേണം. അപ്പൊ നമ്മൾ നല്ലത് മാത്രമല്ലേ കഴിക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ആർക്കുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്, ആർക്കുള്ള ആഹുതിയാണ്. നമ്മൾ ഇവിടേക്ക് കഴിക്കുമ്പോഴും പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, വ്യാനായ സ്വാഹ, ഉദാനായ സ്വാഹ, സമാനായ സ്വാഹ, ബ്രഹ്മണേ സ്വാഹ, ആ ഭാവത്തിലായിരിക്കണം നമ്മൾ കഴിക്കുന്നത്. അതിനാണ് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലി പ്രാണാഹൂതി ചെയ്യുന്ന സംസ്കാരമുണ്ട്. മര്യാദക്കാര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. നമ്മുടെ സംസ്കാരമൊക്കെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു, നമുക്ക് ക്ഷമയില്ലാതായി അല്ലെ. എന്തെങ്കിലും കാണുമ്പോഴേക്കും ഒരറ്റത്തുനിന്ന് തിന്നാൻ തുടങ്ങും നമ്മള്. സദ്യക്കൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ വിളമ്പിയവർക്ക് അറിയില്ല എവിടെ എന്താ വിളമ്പിയത് എന്ന്. ആ ഒരു വിളമ്പി പോകുന്നതിന് മുമ്പേ നക്കി കഴിഞ്ഞിട്ടുണ്ടാവും നമ്മളൊക്കെ. അങ്ങനെയൊന്നും നക്കാൻ പാടുള്ളതല്ല. എല്ലാം വിളമ്പിക്കഴിഞ്ഞ്, ചോറും വിളമ്പിക്കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ വെള്ളം എടുത്തുകൊണ്ട് നമ്മൾ അതിനെ പ്രോക്ഷണം ചെയ്യണം. നമ്മൾ മനസ്സുകൊണ്ട് മന്ത്രങ്ങൾ ചൊല്ലി അതിനെ ശുദ്ധമാക്കണം. കാരണം ആരൊക്കെ എന്തൊക്കെ സങ്കല്പത്തിൽ ഉണ്ടാക്കിയതോ, എവിടെയൊക്കെ ഉണ്ടാക്കിയവർ കുളിച്ചിട്ടുണ്ടോ ജപിച്ചിട്ടുണ്ടോ ഒന്നും ഉണ്ടാവില്ലേ ചിലപ്പോ. അപ്പൊ നമ്മൾ നമ്മുടെ സങ്കല്പം കൊണ്ട്, നമ്മൾ മന്ത്രം കൊണ്ട് അതിനെ പരിശുദ്ധമാക്കുന്നു. ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് എന്നൊക്കെയുള്ള മന്ത്രങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന, അങ്ങനെയുള്ള അനേക മന്ത്രങ്ങളുണ്ട് അന്നത്തെ പ്രോക്ഷണം ചെയ്യാനായിക്കൊണ്ട്, ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഒന്നും അറിയില്ലെങ്കിൽ ഭഗവാന്റെ നാമം പറഞ്ഞാൽ മതി. അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ, 3 നാമം ചൊല്ലിയിട്ട് പ്രോക്ഷണം ചെയ്യാം. എന്നിട്ട് ആ വെള്ളം കുടിച്ചുകൊണ്ട് പിന്നീടാണ് ഈ കഴിക്കാനുള്ള ഭക്ഷണത്തെ നമ്മൾ ഒരു നിവേദ്യമായിട്ട് സങ്കല്പിച്ച്, ഉള്ളില് ഭഗവാനുണ്ട് അല്ലെങ്കിൽ ഭഗവതി ഉണ്ട്, ഭഗവതിക്കുള്ള നിവേദ്യം കൊടുക്കുകയാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഓം പ്രാണായ സ്വാഹ, ഓം അപാനായ സ്വാഹ, ഓം വ്യാനായ സ്വാഹ, ഓം ഉദാനായ സ്വാഹ, ഓം സമാനായ സ്വാഹ, ഓം ബ്രഹ്മണേ സ്വാഹ എന്ന് 6 പ്രാവശ്യം പ്രാണാഹൂതി കാണിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം ആരംഭിക്കുക. അതൊക്കെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആയിരുന്നു, ഇപ്പൊന്നും ഇല്ലാതായി. അപ്പൊ ഇതാണ് ആഹുതി വിധി. അപ്പൊ ഞാൻ കഴിക്കുന്നതെല്ലാം ദേവിക്കുള്ള നിവേദ്യമായിട്ട് ദേവി കരുതണം എന്ന് പറഞ്ഞാലോ, ഞാൻ നല്ലത് മാത്രമേ പിന്നെ കഴിക്കുള്ളൂ. ദേവിക്കുള്ളതാണേ. ഇവിടെ ഉള്ളില് ദേവിയാണ് ഇരിക്കുന്നത്. എൻ്റെ ഉള്ളില് വൈശ്വാനര അഗ്നിയായി, ജഠരാഗ്നിയായി ആ ദുർഗ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് സങ്കല്പിക്കുകയാണ് ഞാൻ. അപ്പോ അശനാദി ആഹുതി വിധി പ്രണാമ സംവേശ, എന്റെ സംവേശം, സംവേശം എന്ന് പറഞ്ഞാൽ ശയനം. ഞാൻ കിടക്കയിൽ കിടക്കുന്നതോ ഭൂമിയിൽ ശയിക്കുന്നതോ ഒക്കെ തന്നെ ദേവിക്കുള്ള പ്രണാമമായിട്ട് സ്വീകരിച്ചോളൂ. കാരണം ഞാൻ നീണ്ടാ കിടക്കണത്, ഭൂമിയിലാ കിടക്കണത്. അപ്പൊ ഏകദേശം നമസ്കാരത്തിന്റെ ഒരു ലക്ഷണമുണ്ട്. കമിഴ്ന്നോ മലർന്നോ എന്നറിയില്ല. എന്തായാലും ഞാൻ കിടക്കുന്നത് അമ്മയ്ക്കുള്ള പ്രണാമമായി, നമസ്കാരമായി അമ്മ സ്വീകരിക്കണമേ എന്നുള്ളതായിട്ട് പ്രാർത്ഥനയാണ് ഇവിടെ. അപ്പൊ നമ്മൾ എപ്പോഴും കിടക്കാൻ പോകുമ്പോൾ അമ്മയുടെ പാദത്തിൽ കിടക്കുന്നതായിട്ട് ഭാവിക്കുക, അമ്മയുടെ പാദത്തിൽ നമസ്കരിച്ച് കിടക്കുന്നതായിട്ട് ഭാവിക്കുക. നമ്മൾ രാത്രി കിടക്കാൻ പോകുമ്പോഴും ഓം ശ്രീ മഹാത്രിപുര സുന്ദര്യൈ നമഃ അല്ലെങ്കിൽ ഓം ശ്രീ മഹാദേവ്യൈ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയുടെ പാദത്തിൽ നമസ്കരിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ കിടന്നോളൂ. അഥവാ രാത്രി ഉറക്കത്തിൽ തന്നെ പോയാലും രാവിലെ എഴുന്നേറ്റില്ലെങ്കിലും കുഴപ്പമില്ല. എവിടെയാ കിടക്കുന്നത്? അമ്മയുടെ പാദത്തിലേക്ക് നമ്മളെ സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ധൈര്യമായിട്ട് എപ്പോഴും രാത്രി കിടക്കുന്ന സമയത്തും അമ്മയെ നമസ്കരിച്ചുകൊണ്ട് കിടക്കുക. പ്രണാമ സംവേശ, എന്റെ ശയനമെല്ലാം അമ്മയ്ക്കുള്ള പ്രണാമമായി മാറട്ടെ. സുഖം അഖിലം, അഖിലം സുഖം, ഞാൻ എൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന, സുഖം എന്നാൽ ഇന്ദ്രിയങ്ങൾക്ക് പ്രീതി കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അമ്മയുടെ സപര്യാപര്യായമായി ഭവിക്കട്ടെ. പൂജയുടെ പൂജയുടെ വിവിധങ്ങളായ കാര്യങ്ങളായി ഭവിക്കട്ടെ, പര്യായങ്ങളായി ഭവിക്കട്ടെ, പൂജയുടെ ഓൾട്ടർനേറ്റീവായിട്ട് ഭവിക്കട്ടെ.
അപ്പൊ ഞാൻ കണ്ണുകൊണ്ട് കാണുന്നത് അമ്മയ്ക്കുള്ള ദീപാരാധനകളാവട്ടെ, ഞാൻ കാതുകൊണ്ട് കേൾക്കുന്നതെല്ലാം അമ്മയ്ക്കുള്ള വേദമന്ത്രങ്ങളുടെ ഉച്ചാരണമാകട്ടെ. മണിയടികളും വേദമന്ത്രങ്ങളുമാണ് ഞാൻ കേൾക്കുന്നതെല്ലാം. അതുപോലെ ഞാൻ രുചിക്കുന്നതെല്ലാം അമ്മയ്ക്കുള്ള നിവേദ്യം, ഞാൻ മണക്കുന്നതെല്ലാം അമ്മയ്ക്ക് കാണിക്കുന്ന ധൂപ ആരാധന. ഇങ്ങനെ എൻ്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഞാൻ ഏതൊക്കെ വിഷയങ്ങളെ സേവിക്കുന്നുവോ, പഞ്ചഭൂതങ്ങളാകുന്ന പഞ്ചവിഷയങ്ങളെയാണ് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളായിട്ട് ഞാൻ സേവിക്കുന്നത്. ജലഗന്ധ പുഷ്പ ധൂപ ദീപങ്ങളാകുന്ന ആരാധനകളായി ഭവിക്കട്ടെ. ഇതാണ് എൻ്റെ പ്രാർത്ഥന. മേ വിലസിതം യത്, എൻ്റെ വിലാസങ്ങൾ, എൻ്റെ ചേഷ്ടകൾ, എൻ്റെ പ്രവൃത്തികൾ എല്ലാം തന്നെ ദേവിക്കുള്ള പൂജയായി ഭവിക്കട്ടെ എന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു നോക്കൂ. മാറ്റമുണ്ടാവും നമ്മളില്. നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഈ മന്ത്രത്തിന്റെ അർത്ഥത്തെ ഭാവന ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികളൊക്കെ നല്ല പ്രവൃത്തികളായിട്ട് മാറും. ദേവിക്കുള്ള പൂജയാണ് എന്നുള്ള ഓർമ്മ വെച്ചാൽ മതി, ദേവി പ്രസാദിക്കണം എന്നുള്ള ചിന്തയുണ്ടായാൽ മതി, എല്ലാം നന്നാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള മന്ത്രമാണ്. ഇനി ഇതിനെ എത്ര വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞതാണ്. അതിന്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് കാണാപാഠം പഠിച്ച് ദിവസവും ചൊല്ലുക. ജപോ ജൽപശില്പം സകലമപി മുദ്രാ വിരചന ഗതി പ്രാദക്ഷിണ്യക്രമണമശനാദ്യാഹുതി വിധി പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണദൃശ സപര്യാപര്യായ തവ ഭവതു യന്മേ വിലസിതം. സമയം വേഗമാണ് പോണം അല്ലേ? നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തായാലും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. ഇതെങ്കിലും നമ്മൾ കുറച്ചെങ്കിലും മനസ്സിലാക്കാതെ പോയാൽ അർത്ഥമില്ല നമ്മൾ ഈ പഠിക്കുന്നതിലേ. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചിലതൊക്കെ എടുത്തു പറയുന്നത്. അപ്പോ സമർപ്പിക്കാം. നമുക്ക് ശാന്തി മന്ത്രം ചൊല്ലി ആരതിയൊക്കെ ഇപ്പൊ ചൊല്ലും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സമർപ്പിക്കാം. അപ്പൊ പറയാനുള്ളത്, നമ്മുടെ നവരാത്രി വരുന്നു. നവരാത്രി കാലത്ത് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അതാത് ദേശത്തുള്ള ക്ഷേത്രങ്ങളിൽ 9 ദിവസവും സൗന്ദര്യലഹരിയിലെ ആദ്യത്തെ 41 ശ്ലോകങ്ങൾ, ആനന്ദലഹരി എന്ന് പറയുന്ന ഭാഗം പാരായണം ചെയ്യാനായിക്കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, എത്ര പേരാണെങ്കിൽ 5 പേരോ 10 പേരോ 15 പേരോ 20 പേരോ കോവിഡ് പ്രോട്ടോകോളുകൾ ലംഘിക്കാതെ, ക്ഷേത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അവരുടെ സമ്മതത്തോടുകൂടി, അവരോട് സമ്മതം ചോദിച്ച് അവിടെ ഒരു ദേവിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് നമ്മൾ ഏതെങ്കിലും വേദിയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലുമല്ലോ. അപ്പൊ അവിടെ ദേവിയുടെ ഒരു ഫോട്ടോ വെച്ച് ഒരു മാലയൊക്കെ ഇട്ട് ഒരു വിളക്ക് കൊളുത്തി വെച്ച് എന്തെങ്കിലും പഴനുറുക്കോ എന്തെങ്കിലും ദേവിക്ക് അവിടെ നിവേദ്യമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ആദ്യത്തെ സൗന്ദര്യലഹരി കർത്രേ എന്നുള്ള ധ്യാന ശ്ലോകം ചൊല്ലി 41 ശ്ലോകങ്ങള് ആനന്ദലഹരിയും ചൊല്ലി ആരതിയും ചൊല്ലിക്കൊണ്ട്, ആരതി ചൊല്ലുമ്പോൾ ഒരാൾക്ക് ആരതി കാണിക്കാവുന്നതാണ് ആ ഫോട്ടോയില്. അതിനുവേണ്ടി ഒരാൾ തയ്യാറായിട്ട് അങ്ങനെ അവനവന്റെ ദേശത്തുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഏത് ക്ഷേത്രങ്ങളിൽ, അത് ദേവീ ക്ഷേത്രമാണെന്ന് നിർബന്ധമില്ല, നവരാത്രി കാലത്ത് ഏത് ക്ഷേത്രത്തിലും ആവാം. സൗന്ദര്യലഹരിയുടെ 41 ശ്ലോകങ്ങൾ ആനന്ദലഹരി മുഴക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ തയ്യാറാവുക. തയ്യാറായിട്ട് അതിന് നിങ്ങളുടെ ദേശത്തുള്ള ആളുകളെ നിങ്ങൾ സംഘടിപ്പിക്കുക. സമാന മനസ്കരായിട്ടുള്ളവരെ 5 പേരോ 10 പേരോ ആണെങ്കിലും കുഴപ്പമില്ല. ഒന്നിച്ചിരുന്നു കൊണ്ട് 9 ദിവസം 9 ക്ഷേത്രങ്ങളിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ടീം ഉണ്ടാക്കിയാൽ 9 ക്ഷേത്രങ്ങളിലേക്ക് ബുക്ക് ചെയ്യാം. ഇനി 18 ക്ഷേത്രങ്ങളും വേണമെങ്കിൽ ചെയ്യാം. രാവിലെ 1, വൈകുന്നേരം 1. അങ്ങനെ 9 ദിവസവും രാവിലെ ഒരു ക്ഷേത്രത്തില് വൈകുന്നേരം ഒരു ക്ഷേത്രത്തില് പോകാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ 18 ക്ഷേത്രങ്ങളിൽ 18 പ്രാവശ്യം നിങ്ങൾക്ക് ആനന്ദലഹരി ചൊല്ലാനുള്ള ഒരു അവസരമാണ്. അവരവരുടേതായിട്ടുള്ള ആ കഴിവ് പോലെ, സാമർഥ്യം പോലെ നിങ്ങൾക്ക് സംഘടിപ്പിച്ച് ചെയ്യാൻ പറ്റുമോ? പറ്റുന്നവരൊക്കെ, കുട്ടികളായാലും കുഴപ്പമില്ല, അധികം പ്രായമുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട കോവിഡ് കാലത്ത്. അപ്പോൾ മിഡിൽ ഏജ്ഡും കുട്ടികളുമായിട്ടുള്ള ആളുകളാണ് ഇതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അങ്ങനെ സംഘടിപ്പിച്ച് ചെയ്യുമെങ്കിൽ ഏറ്റവും ഉത്തമം. നമ്മൾ
ആനന്ദലഹരി എന്നുള്ള പേരില് കേരളത്തിലെ 1008 ക്ഷേത്രങ്ങളിലെങ്കിലും ഈ നവരാത്രി കാലത്ത് ഈ പരിപാടി നടക്കണമെന്ന് സങ്കല്പിച്ചിട്ടുണ്ട്. എല്ലാവരും കൂടിയിട്ട് ശൃംഗേരി മഠത്തിൽ നിന്നുള്ള നിർദ്ദേശം കൂടിയാണ്. മൈസൂരിലെ യോഗാനന്ദ പീഠത്തിലെ ശങ്കരഭാരതി സ്വാമികളും അത് വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹം നമ്മളോടൊക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പരമാവധി ഈ ഒരു ആശയത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് 1008 സ്ഥാനങ്ങളിൽ, ക്ഷേത്രങ്ങളാവാം, ആശ്രമങ്ങളാവാം, അല്ലെങ്കിലോ ഏതെങ്കിലും ഹാളുകളാവാം, ഭജനമഠങ്ങളാവാം, നിങ്ങളുടെ ഫ്ലാറ്റുകളിലുള്ള ഒരു ഹാളാണെങ്കിലും ആ ഫ്ലാറ്റിലുള്ള ആളുകളൊക്കെ കൂടിച്ചേർന്നിട്ടാണെങ്കിലും എത്ര പേര് കൂടിച്ചേരുന്നുണ്ട്, ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒന്ന് അറിയിക്കുക നമ്മളെ. കാരണം ഈ 1008 തികഞ്ഞോ എന്ന് ഞങ്ങൾക്ക് നമ്പർ അറിയാൻ കൂടിയിട്ടാണ്. നിങ്ങൾ എവിടെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒന്ന് അറിയിക്കുക കൂടി ചെയ്യുക. അപ്പൊ നിങ്ങൾ തന്നെ ഓരോരുത്തരും ലീഡർഷിപ്പ് എടുത്തുകൊണ്ട് കുറച്ച് ആളുകളെ സംഘടിപ്പിക്കുക. നമ്മുടെ മറ്റ് ഗ്രൂപ്പുകളിലും ഈ ലൈവ് ക്ലാസ്സിൽ വരാത്ത ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. വാട്സാപ്പിൽ മാത്രം കേൾക്കുന്നവരുണ്ട്. അവരെയൊക്കെ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ സമാഹരിക്കുക, അവരെയൊക്കെ ഒന്നിച്ചു കൂട്ടുക, സംഘടിപ്പിക്കുക. എന്നിട്ട് നന്നായിട്ട് ആവും പോലെ ഭക്തിയോടുകൂടി നവരാത്രിയെ ആചരിക്കുക. ആചാര്യ ഭഗവത്പാദരുടെയും ദേവിയുടെയും യശസ്, മഹത്വം അത് നിങ്ങളാലാവുന്ന പോലെ പ്രചരിപ്പിക്കുക. അതിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ വരും തലമുറകൾക്കും അതിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. എല്ലാ ഐശ്വര്യവും ഉണ്ടാകും, എല്ലാ അനുഗ്രഹവും ഉണ്ടാകും. ദേവിയുടെ സങ്കല്പമാണ് ഇതെല്ലാം നടക്കുന്നത്, ദേവിയുടെ അനുഗ്രഹമാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് ഓർമ്മയുണ്ടാവുക. നിങ്ങൾ അതിന് വേണ്ടത് ചെയ്യുക. ഇനിയും 10 ദിവസത്തോളം നമുക്ക് ഉണ്ട്. അടുത്ത വ്യാഴാഴ്ചയാണ് നവരാത്രി ആരംഭിക്കുന്നത്. അതിനു മുമ്പായിട്ട് തയ്യാറെടുപ്പുകൾ നടത്തി ആളുകളെ സമാഹരിച്ച് ക്ഷേത്രങ്ങളിൽ അനുവാദം മേടിച്ച് ഓരോരുത്തരും ചെയ്യുക. നമ്മളെ അറിയിക്കണം എവിടെയാണ് നടത്തുന്നത് എന്നുള്ളത്. പാലക്കാട്ടാണെങ്കിൽ ഞാനും വേണമെങ്കിൽ പങ്കെടുക്കാൻ വിളിച്ചാൽ, പാലക്കാട്ടുള്ളവര് വിളിച്ചാൽ പാലക്കാടുള്ള ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും ഞാൻ വരാം. നമ്മൾ പല ക്ഷേത്രങ്ങളും ഞാൻ പറഞ്ഞ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാലക്കാട് ആദ്യ ദിവസം തന്നെ രാവിലെ 10 മണിക്ക് നമ്മൾ പാലക്കാടുള്ള ഒരു പ്രധാന ക്ഷേത്രം വടക്കന്തറ ദേവി ക്ഷേത്രത്തിൽ വെച്ച് ആരംഭിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പലയിടത്തും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനൊരു 18 പരിപാടി എന്തായാലും നടത്തും. 18 ക്ഷേത്രങ്ങളിൽ സ്വാമി ഉണ്ടാവും. നിങ്ങളോ? നോക്കാം. അപ്പൊ നമുക്ക് സമർപ്പിക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ജയ ജയ ശിവദയിതേ ഹരിഹര വിരിഞ്ചനുത ചരിതേ, കാരയ മാം കൃതപുണ്യം തവ ഗുണഗാനരതം മഹിതേ, തവ ഗുണഗാനരതം മഹിതേ. സഹസ്രാരകമലേ സതതം വിഹരരഹസി ധന്യേ, ശിവാകാര നിജമഞ്ച വിലസിതേ, ചിദാനന്ദമുദിതേ, ശരണ്യേ ചിദാനന്ദമുദിതേ. ഭവാനി മയി ദാസേ ദൃഷ്ടിം വിതരത്തെ സകരുണാം, നിജസായുജ്യപദൈകവിതരണാം, നിഖില ദുഃഖതരണാം, ഐഹിക നിഖില ദുഃഖതരണാം. ഭവതു മേ വിലസിതം സപര്യാവിരചനം തവ ശിവേ, സമകര നിപാത ഹിമകര സമാനദൃശാ സ്നപയ കൃപയാ, മാമപി ദൃശാ സ്നപയ കൃപയാ.
अनेन धन्यमिमं मन्ये धरणिधरसुकन्ये तव स्तन्यमधुरास्वादनसुखनिरस्तान्यविषयं कुरु मां निरस्तान्यविषयम् त्वदीयमपि वचनं गदतो मदीयमिव वचनं स्वकीयसलिलैः सागरतर्पणसमं जननि विदितं सकलं समं जननि विदितम् जय जय शिवदयिते हरिहरविरिञ्चनुतचरिते कारय मां कृतपुण्यं तव गुणगानरतं महिते तव गुणगानरतं महिते।